നമസ്കാരം സുഹൃത്തുക്കളെ. കേരള പരീക്ഷകളിൽ, പ്രത്യേകിച്ച് കേരള ജിയോഗ്രഫി വിഭാഗത്തിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുള്ള ഒരു പ്രധാന ഭാഗമാണ് കേരളത്തിലെ തീരപ്രദേശങ്ങൾ. കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിയും തീരദേശവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 1. കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ ആകെ നീളം എത്രയാണ്? 590 കിലോമീറ്റർ. 2. ഇന്ത്യയുടെ മൊത്തം തീരദേശത്തിന്റെ എത്ര ശതമാനമാണ് കേരളത്തിലുള്ളത്? ഏകദേശം 10%. 3. കേരളത്തിന്റെ തീരപ്രദേശം ഏത് സമുദ്രത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടൽ. 4. കേരള തീരത്തിന്റെ പ്രത്യേകത എന്താണ്? പടിഞ്ഞാറൻ തീരമൈതാനം. 5. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ജില്ല ഏത്? കണ്ണൂർ ബൈ തിരുവനന്തപുരം. 6. കേരളത്തിൽ ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള ജില്ല ഏത്? കൊല്ലം ബൈ കോട്ടയം. 7. കേരളത്തിൽ ആകെ എത്ര തീരദേശ ജില്ലകളാണുള്ളത്? 9 ജില്ലകൾ. 8. ഉൾനാടൻ ജലഗതാഗതത്തിന് പേരുകേട്ട കേരളത്തിലെ തീരദേശ ഭൂപ്രകൃതി. കായലുകൾ. 9. കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്, അല്ലുവിയൽ സോയിൽ, വെറുതെ തീരദേശ മണൽ. 10. കേരള തീരത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുമണൽ ഏതാണ്? ഇൽമനൈറ്റ്, മോണസൈറ്റ്. 11. ചവറ, കൊല്ലം എന്തിന് പ്രസിദ്ധമാണ്? കരിമണൽ നിക്ഷേപങ്ങൾക്ക്. ഇൽമനൈറ്റ്. 12. മണാലിക്കുന്നുകൾ അല്ലെങ്കിൽ മണൽത്തിട്ടകൾ തീരപ്രദേശത്ത് എന്തു പേരിൽ അറിയപ്പെടുന്നു? തേരികൾ, വടക്കൻ കേരളത്തിൽ. 13. കേരള തീരത്തിന്റെ ഭൂപ്രകൃതി പ്രധാനമായും എങ്ങനെയുള്ളതാണ്? താഴ്ന്ന തീരമൈതാനം. 14. കേരളത്തിലെ പ്രധാന തുറമുഖമേത്? കൊച്ചി തുറമുഖം. 15. കേരളത്തിലെ ഒരേയൊരു മേജർ തുറമുഖം ഏതാണ്? കൊച്ചി തുറമുഖം. 16. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല? തിരുവനന്തപുരം. 17. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖങ്ങളിലൊന്ന്? കോഴിക്കോട്, ബേപ്പൂർ. 18. ബേപ്പൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദിയുടെ തീരത്താണ്? ചാലിയാർ. 19. കേരള തീരത്ത് കാണപ്പെടുന്ന പ്രധാന മത്സ്യബന്ധന കേന്ദ്രം? നീണ്ടകര, കൊല്ലം. 20. ഏഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നായ നീണ്ടകര എവിടെയാണ്? കൊല്ലം. 21. കേരള തീരപ്രദേശങ്ങളിലെ പ്രധാന തൊഴിൽ എന്താണ്? മത്സ്യബന്ധനം, കയർ വ്യവസായം. 22. കേരളത്തിന്റെ കയർ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം? ആലപ്പുഴ. 23. കടൽത്തീരങ്ങളിലെ ലവണാംശമുള്ള മണ്ണിൽ നന്നായി വളരുന്ന വൃക്ഷം? തെങ്ങ്. 24. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന സ്വാഭാവിക സസ്യസമൂഹം? കണ്ടൽക്കാടുകൾ, മാൻഗ്രോവ്സ്. 25. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? കണ്ണൂർ. 26. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി? കണ്ടൽ വന സംരക്ഷണ പദ്ധതി. 27. കേരള തീരത്തെ ബാധിക്കുന്ന പ്രധാന സമുദ്ര ദുരന്തം? കടൽക്ഷോഭം. 28. 2004 കേരള തീരത്തെ തകർത്തെറിഞ്ഞ സുനാമി ബാധിച്ച പ്രധാന ജില്ല? കൊല്ലം, ആലപ്പുഴ, എറണാകുളം. 29. കേരള തീരത്തിന്റെ സംരക്ഷണത്തിനായി നിർമ്മിക്കുന്ന ഭിത്തികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കടൽഭിത്തി, സീവോൾ. 32. തീരപ്രദേശങ്ങളിലെ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്ന പ്രധാന ജലസ്രോതസ്? കായലുകളും കിണറുകളും. 33. കേരള തീരപ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം? കോവളം. 34. കോവളം ബീച്ച് ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. 35. വർക്കല ബീച്ചിന്റെ പ്രത്യേകത എന്ത്? വർക്കല ക്ലിഫ്, ചെമ്മണ്ണുകുന്നുകൾ. 36. കേരളത്തിലെ ഒരേയൊരു ഡ്രൈവിൻ ബീച്ച് ഏതാണ്? മുഴപ്പിലങ്ങാട് ബീച്ച്. 37. മുഴപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. 38. കേരള തീരത്ത് പണ്ടുമുതൽക്കേ വിദേശബന്ധം പുലർത്തിയിരുന്ന പ്രധാന തുറമുഖം? മുസിരീസ്, കൊടുങ്ങല്ലൂർ. 39. പഴയകാലത്ത് മസിരീസ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? കൊടുങ്ങല്ലൂർ. 40. ചൈനീസ് വളവുകൾ, ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് കേരള തീരത്ത് കൂടുതലായി കാണപ്പെടുന്ന സ്ഥലം? കൊച്ചി, ഫോർട്ട് കൊച്ചി. 41. കേരള തീരദേശ ഹൈവേ, കോസ്റ്റൽ ഹൈവേ കടന്നുപോകുന്ന ജില്ലകളുടെ എണ്ണം? 11 ജില്ലകൾ. 42. കേരള തീരദേശ റഡാർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കൊച്ചി. 43. കേരള തീരദേശ സംരക്ഷണ നിയമം CRZ പ്രധാനമായും എന്ത് ലക്ഷ്യമിടുന്നു? തീരദേശ പരിസ്ഥിതി സംരക്ഷണം. 44. കേരളത്തിലെ തീരദേശ ജനതയുടെ പ്രധാന സംസ്കാരത്തിന്റെ ഭാഗമായ ബോട്ട് റേസ്, വള്ളംകളി നടക്കുന്ന പ്രധാന ഇടങ്ങൾ? കായലോരങ്ങൾ. 46. കേരളത്തിലെ തീരപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രധാന ദേശീയപാത? NH 66. 47. കടൽത്തീരത്ത് കാണപ്പെടുന്ന പ്രത്യേകതരം കുറ്റിച്ചെടികൾ? കണ്ടൽച്ചെടികൾ. 48. കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന പക്ഷിസങ്കേതം?
കുമരകം ബൈ മംഗളവനം. 49 എറണാകുളം നഗരത്തിനുള്ളിലെ പച്ചത്തുരുത്തായ കണ്ടൽക്കാട് ഏത്? മംഗളവനം പക്ഷിസങ്കേതം. 50 PSC പരീക്ഷകളിൽ കേരളത്തിന്റെ തീരത്തിന്റെ നീളമായി ചോദിക്കാറുള്ള കൃത്യമായ സംഖ്യ 590 കിലോമീറ്റർ. സുഹൃത്തുക്കളെ, കേരളത്തിലെ തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിച്ചു ചോദിക്കുന്ന പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഈ വിവരങ്ങൾ നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പുകൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.